അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാം. The pictures below shown two triangles and their circumcircles തന്നിട്ടുണ്ട്. എന്താണ്, രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട്, അവരുടെ കുറച്ച് അളവുകളും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ഈച്ച് സർക്കിൾ. ഓരോ സർക്കിളിന്റെയും റേഡിയസ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സർക്കിൾ ഞാൻ ഒന്ന് റഫായിട്ട് വരയ്ക്കുന്നു. ഇത് 30 ഡിഗ്രിയാണ്, ഇത് 2 സെന്റിമീറ്റർ. നമുക്ക് എന്തറിയാം, നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പൊ റേഡിയസ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, ഞാൻ ഈ ഒരു സർക്കിളിന്റെ സെന്റർ, സപ്പോസ് ഞാൻ ഈ സെന്റർ ഇവിടെയാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഈ സെന്ററിലൂടെ പാസ് ചെയ്യുന്നു, അതായത് ഒരു പേര് കൊടുത്താൽ ആദ്യം തന്നെ ഇതിന് എ എന്ന് കൊടുക്കുന്നു, ഇതിന് ബി എന്ന് കൊടുക്കുന്നു, ഇവിടെ ഞാൻ സി എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഡയമീറ്റർ, സപ്പോസ് സെന്റർ ഞാൻ മാറ്റി, സെന്റർ ഞാൻ ഇതാന്ന് വിചാരിക്കും. ഓക്കെ, ഇതാണ് സർക്കിളിന്റെ സെന്റർ. ശരിക്കും ഇങ്ങനെയല്ല സെന്റർ വരുന്നത്, എന്നാലും എളുപ്പത്തിനായിട്ട് സെന്റർ ഇതാന്ന് വിചാരിക്കുന്നു. അപ്പൊ സെന്ററിലൂടെ പാസ് ചെയ്യുന്നു, ഈ എയും പി എന്ന് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, എ പി എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിന്റെ ഡയാമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പിനെയും ബിനെയും ഞാൻ കണക്ട് ചെയ്യുന്നു. ഓക്കെ, പിനെയും ബിനെയും ഞാൻ കണക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ, എ ബി 2 സെന്റിമീറ്റർ തന്നെ, പി ബി ഞാൻ കണക്ട് ചെയ്യുന്നു. എ പി എന്ന് പറയുന്നത് എന്താണ്, എ പി ഈക്വൽ ടു ഡയാമീറ്റർ ആണ് സർക്കിളിന്റെ. ഓക്കെ അല്ലേ, അപ്പോ എ പി ഡയാമീറ്റർ ആണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, പിന്നെ എ പി ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വരച്ച ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി ആവില്ലേ, അല്ലെ? സെൻട്രൽ ആംഗിൾ എത്രയാണ് ഇവിടെ, 180 ഡിഗ്രിയാണ്. ഈ 180 ഡിഗ്രിയുടെ പകുതി ആവില്ലോ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത്. ഇതിന്റെ 180യുടെ ഹാഫ് ആയിരിക്കും ഇവിടെ വരിക, ആംഗിൾ ബി എന്ന് പറയുന്നത്. ആംഗിൾ എ ബി പി എന്ന് പറയുന്നത് എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ, ആംഗിൾ എ ബി പി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, എനിക്ക് ഡയാമീറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റേഡിയസ് കിട്ടുമല്ലോ. ഡയമീറ്റർ എത്രയെന്ന് കിട്ടിയാൽ മതി. അപ്പോ ഞാൻ വരച്ച ആംഗിൾ എ പി ബി എത്രയായിരിക്കും, 30 ഡിഗ്രിയാണ് അല്ലേ? ആംഗിൾ എ പി ബി എന്താണ്, 30 ഡിഗ്രിയാണ്. ഞാൻ എടുത്ത എ ബി എന്ന് പറയുന്ന കോഡ് തന്നെയാണ് എ പി ബി എന്ന് പറയുന്ന ട്രയാങ്കിളിനും എ സി ബി എന്ന് പറയുന്ന ട്രയാങ്കിളിനും. അപ്പൊ എ ബി ഒരു കോമൺ ആയിട്ടുള്ള ഒരു സൈഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ആംഗിളിന് ചേഞ്ച് ഉണ്ടാവില്ല എന്ന് നമ്മൾ സർക്കിൾസ് ആൻഡ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സർക്കിൾസ് എന്ന് പറഞ്ഞ പാഠത്തില്ല. ഇതെന്തായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. ഇതെന്താണ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ നമുക്ക് കിട്ടിയത്, 30:60:90 എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇത് ആംഗിൾ പി എന്ന് പറയുന്നത് 30, ആംഗിൾ എ ബി പി 90. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് വരും, ഇത് 60 ഡിഗ്രി ആവുമല്ലോ, 30:60:90. ഇനി നമുക്ക് ഏത് അളവ് അറിയാം, 2 സെന്റിമീറ്റർ, 30ന്റെ ഓപ്പോസിറ്റ് ഉള്ളത്. 30:60:90 എന്നുള്ള ട്രയാങ്കിൾ ഏത് റേഷ്യോയിലാണ് ഉണ്ടാവുക, 1:√3:2 അല്ലേ? 30ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്, 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ 90ന്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും, 30ന്റെ ഓപ്പോസിറ്റ് എത്രയാണോ അതിന്റെ 2 ഇരട്ടി. 30ന്റെ ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ ആണ്. സപ്പോസ് ഞാൻ നോക്കൂ, 1ന് പകരം ഞാൻ എക്സ് കൊടുക്കുന്നു നോക്കിയാൽ, അപ്പോൾ 60യുടെ ഓപ്പോസിറ്റ് സൈഡ് √3x, 90ന്റെ ഓപ്പോസിറ്റ് സൈഡ് 2x ആവും. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ 60ന്റെ ഓപ്പോസിറ്റ് എത്ര വരും, 2√3 വരും. 90ന്റെ ഓപ്പോസിറ്റോ 4 സെന്റിമീറ്റർ വരും. അതായത് സൈഡ് എ പി എന്ന് പറയുന്നത് എത്രയാണ്, 4 സെന്റിമീറ്റർ ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ, 4 സെന്റിമീറ്റർ ആണല്ലോ ഡയാമീറ്റർ. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, ഡയാമീറ്ററിന്റെ പകുതിയല്ലേ. അപ്പൊ ഡയമീറ്ററിന്റെ പകുതി എന്ന് പറയുന്നത് 4/2. 4/2 എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ. ഈസി.
ഇനി അടുത്ത സർക്കിളിൽ നോക്കാം. ഇവിടെ ഞാനൊരു സെന്റർ വരയ്ക്കുന്നു. ഓക്കെ, ഈ സെന്ററിലൂടെ ഇതിന്റെയും റേഡിയസ് ആണ് കണ്ടുപിടിക്കുന്നത്. സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഡയമീറ്റർ ഞാൻ വരയ്ക്കുന്നു. ഓക്കെ അല്ലേ? ഇതിന് എ എന്ന് കൊടുക്കുന്നു, ഇതിന് ബി എന്ന് കൊടുക്കുന്നു, ഇത് സി, ഇത് പി എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി പി ബി ഞാൻ ജോയിൻ ചെയ്യാം. പി ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഞാൻ ജോയിൻ ചെയ്യുന്നു. ഇനി നോക്കി, എനിക്കൊരു ക്വാഡ്രിലേറ്ററൽ കിട്ടിയില്ലേ? ഇതെന്താണ്? എ സി എന്ന് പറയുന്നതും എ സി സി ബി എ പി പി ബി എ പി സി ബി ഇതെന്താണ്? സർക്കിളിനെ ടച്ച് ചെയ്യുന്നുണ്ട് ഈ 4 പോയിന്റ്സ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലേറ്ററലിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ സി എന്ന് പറയുന്നത് 135 ആണെങ്കിൽ ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 മൈനസ് 135 എത്രയാണ് വരിക? 5 7 0 4. അപ്പോൾ 45 ഡിഗ്രി ആണ് വരിക ഈ ഒരു ആംഗിള് വരിക. ഓക്കെ അല്ലേ? ഇനി ഇത് ഡയാമീറ്റർ ആണല്ലോ. എ പി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയാമീറ്റർ ആണ്. ഡയാമീറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എ ബി പി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ എന്തായിരിക്കും? ആംഗിൾ ബി എന്തായിരിക്കും? ആംഗിൾ എ ബി പി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ ബി പി ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് 90, ഇത് 45. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി എത്രയായിട്ട് മാറും? 45 ആയിട്ട് മാറും. 45ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആയ 45:90 എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ റേഷ്യോ എന്താണ്? 1:1:√2 ആണ് റേഷ്യോ. 45ന്റെ ഓപ്പോസിറ്റ് 3 സെന്റിമീറ്റർ. ഈ 45ന്റെ ഓപ്പോസിറ്റും 3 സെന്റിമീറ്റർ ആണ് വരുന്നത്. 90ന്റെ ഓപ്പോസിറ്റ് എത്ര വരും? √2 3√2 എന്ന് വരും അല്ലെ? ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താണ്? x√2 ആണ്. അപ്പൊ എക്സിന് ഞാൻ 3 ആണ് കൊടുക്കുന്നത്. 3√2. ഓക്കെ അല്ലേ? അപ്പൊ 3√2 സെന്റിമീറ്റർ ആണെന്ത്? എ പി എന്ന് പറയുന്നത് 3√2 സെന്റിമീറ്റർ. അപ്പൊ റേഡിയസ് എത്രയായിരിക്കും? എ പി ബൈ 2 അല്ലെ? എന്ന് വെച്ചാൽ എത്രയാണ്? 3√2 by 2. 3√2 by 2 എന്ന് പറഞ്ഞാൽ 3√2 by 2 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? ഓക്കെ. ശരിക്കും ഇത് ട്രിഗണോമെട്രി എന്ന പാഠത്തില് നമ്മള് സർക്കിളിന്റെ കോൺസെപ്റ്റ് ഒന്നല്ല ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ സർക്കിളിന്റെ കോൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ സർക്കിളിന്റെ കോൺസെപ്റ്റ് വെച്ച് ചെയ്തത്. ഇവിടെ ശരിക്കും ട്രിഗണോമെട്രിയുടെ സൈനിന്റെ വാല്യൂ ഒക്കെ വെച്ചാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് സ്വീകരിച്ചത്. അപ്പോൾ ഇനി അഥവാ ട്രിഗണോമെട്രിയുടെ ഇത് വെച്ച് ചെയ്യണം എന്ന് തന്നെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ട്രിഗണോമെട്രിയുടെ അത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാം. അടുത്ത പ്രോബ്ലം ഞാൻ എന്തായാലും ട്രിഗണോമെട്രി ഉപയോഗിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എ സർക്കിൾ ഈസ് ടു ബി ഡ്രോൺ പാസിംഗ് ത്രൂ ദ എൻഡ്സ് ഓഫ് എ ലൈൻ 5 സെന്റിമീറ്റേഴ്സ് long. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കണം. ഞാൻ ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടില്ല. ഡയഗ്രാം ഞാൻ മുൻകൂട്ടി വരച്ചതാണ്. അപ്പൊ നിങ്ങൾ ചോദ്യം മനസ്സിലാക്കിയിട്ട് ഡയഗ്രാം വരയ്ക്കാൻ ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ ഒരു 5 സെന്റിമീറ്റർ ഒരു നീളമുള്ള ഒരു വര തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു 5 സെന്റിമീറ്റർ നീളത്തിന് അനുസൃതമാക്കിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ. ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പൊ അതിന് ചുറ്റുമായിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. ലൈൻ എന്ന് പറയുന്നത് ഒരിക്കലും ഡയമീറ്റർ ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ആര്. അതെന്താവാം. ഓക്കെ. And the angle in one of the segments made by the line should be 80 degree.
അപ്പൊ അതെന്തായാലും ഡയമീറ്റർ ആവില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഒരു ലൈൻ വരച്ചിട്ട് അവ തമ്മിൽ ഒരു സെഗ്മെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് 90 ഡിഗ്രി ആയാൽ മാത്രമാണ് ആ ഒരു നമ്മൾ വരച്ച ലൈൻ എന്ന് പറയുന്നത് ഒരു ഡയമീറ്റർ ആവാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഈ ലൈൻ വരച്ചിട്ട് അവയിൽ ഉണ്ടാക്കുന്ന ഒരു സെഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ലൈൻ ഞാൻ വരച്ചു, ഇവിടുന്ന് ഒരു ലൈൻ, ഇവിടുന്ന് ഒരു ലൈൻ, അങ്ങനെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്ന് പറയുന്നത് 80 ഡിഗ്രി ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ അതെന്തായാലും ഈ 5 സെന്റിമീറ്റർ എന്ന ലൈൻ ഒരിക്കലും എന്താവില്ല, ഡയമീറ്റർ ആവില്ല. കാരണം എന്താണ്, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, ഈ ഒരു ലൈൻ വരച്ചിട്ട് ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രി ആവുകയാണെങ്കിൽ മാത്രമാണ് എന്താവുക, ഈ 5 സെന്റിമീറ്റർ എന്ന ലൈൻ ഒരു ഡയമീറ്റർ ആവുകയുള്ളൂ. അപ്പൊ ഇതൊരിക്കലും ഡയമീറ്റർ അല്ലാന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, വാട്ട് ഷുഡ് ബി ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ടെക്സ്റ്റില് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇതാണ് ആ കോൺസെപ്റ്റ്. ദ ലെങ്ത് ഓഫ് എനി കോഡ് ഓഫ് എ സർക്കിൾ ഈസ് ട്വൈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ റേഡിയസ് ആൻഡ് ദ സൈൻ ഓഫ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ. അപ്പൊ ദ ലെങ്ത് ഓഫ് എനി കോഡ്, ഈ ലെങ്ത് ഓഫ് എനി കോഡിനെ ഞാൻ എ എന്ന് എടുക്കുന്നു. ഓക്കെ, ഞാൻ അത്ര വലിച്ചെഴുതുന്നില്ല. ലെങ്ത് ഓഫ് എനി കോഡ് എന്ന് ഉദ്ദേശിക്കുന്നതിനെ ഞാൻ എ എന്ന് എടുക്കുകയാണെങ്കിൽ ഓഫ് എ സർക്കിൾ, ഒരു സർക്കിളിന്റെ കോഡ് ഞാൻ ആ ലെങ്തിനെ ഞാൻ എ എന്ന് വിളിക്കുകയാണെങ്കിൽ ആ ലെങ്ത്തിന്റെ ആ ഒരു കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈസ് ട്വൈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ റേഡിയസ്, റേഡിയസിന്റെ ഇരട്ടി ആയിരിക്കും, ആൻഡ് ദ സൈൻ ഓഫ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ, സെൻട്രൽ ആംഗിളിന്റെ പകുതിയും ആയിരിക്കും എന്ത്, സൈൻ ഓഫ് ഹാഫ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ ആയിരിക്കും എന്ത്, ആ ഒരു കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക, കാരണം ഇത് നമ്മൾ ഇതില് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, ശ്രദ്ധിക്കുക. ഞാൻ ഇതൊരു കോഡാണല്ലോ, ഒരു സർക്കിളിന്റെ ഉള്ളിലൊരു കോഡാണല്ലോ ഈ 5 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഞാൻ കോഡ് ഓഫ് എ ലെങ്ത്, അതിനെ ഞാൻ എ ആയിട്ട് എടുത്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഫോർമുല എന്താണ്, 2r സൈൻ സെൻട്രൽ ആംഗിളിന്റെ പകുതി ബൈ 2 ആയിരിക്കും, സൈൻ ഓഫ് സെൻട്രൽ ആംഗിൾ ബൈ 2. ഓക്കെ, നമുക്കറിയാലോ, അതായത് കോഡിന്റെ ലെങ്ത് നമുക്കറിയാലോ എത്രയാണ്, 5 സെന്റിമീറ്റർ. നമുക്ക് റേഡിയസ് അല്ലേ കണ്ടുപിടിക്കുന്നത്, വാട്ട് ഷുഡ് ബി ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 6 ഇവിടെ ഉണ്ട്, 6 കണ്ടുപിടിച്ചാൽ പോരെ, 6 നമുക്കറിയില്ല. ഇനി സൈൻ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ അല്ലേ? ഇവിടെ സെൻട്രൽ ആംഗിൾ എത്ര വരും, ഈ ഒരു ആംഗിൾ 80 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. ഇതാണ് എന്താ പറയാ, ഇത് സെന്ററാന്ന് വെക്കുക. ഇവിടെ നിന്നും ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇതൊരു സെൻട്രൽ ആംഗിൾ ആവില്ല. ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും, സർക്കിൾ എന്ന് പറഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ട് 80ന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ അല്ലെ, 160. അതേപോലെ 160ന്റെ പകുതിയാണ് സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും എന്ത് വരിക, ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആർക്കിൽ ഉണ്ടാവുന്ന ആംഗിൾ ഉണ്ടാവുക. ഓക്കെ, ഇത് 160 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ 160/2. ഓക്കെ അല്ലേ? 5 = 2r. 160/2 എന്ന് പറഞ്ഞാൽ പിന്നെ എത്രയാണ് കിട്ടിയത്, 80 എന്ന് തന്നെയാണ് കിട്ടിയത്. ഓക്കെ അല്ലേ? ഓക്കെ, സൈൻ 80 എത്രയാണ്, നമുക്ക് ഇവിടെ നോക്കിയാലോ. സൈൻ 80 ഇവിടെ കൊടുത്തിരിക്കുന്നത് 0.9848 എന്നാണ്. 5 = 2r into 0.9848. 0.9848 തന്നെയല്ലേ 80 ഡിഗ്രി. യെസ്. ഓക്കെ, ഇനി നമുക്ക് ആറല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ആറിനെ ഞാൻ ഇവിടെ വെക്കുകയാണെങ്കിൽ 5 = 2r, ഇവിടെ ഇൻറ്റു 0.9848 അല്ലേ, എനിക്ക് 6 മാത്രമേ വേണ്ടൂ. അപ്പോൾ ആദ്യം ഞാൻ 0.9848നെ 5ന്റെ ഭാഗത്തോട്ട് ആകും. ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ഇവിടെ എന്താവും, ഡിവിഷൻ ആയിട്ട് മാറും, 0.9848. ഓക്കെ, ഇനി ഇവിടെ എന്താണ്, എനിക്ക് 6 മാത്രമാണ് വേണ്ടത്. ഇനി 2rനെയും കൂടി എനിക്ക് കളയണം. 2rനെ എങ്ങനെ കളയും, 2r എന്ന് പറയുന്നത് എന്താണ്,
2 ഇൻറ്റു ആർ എന്നാണ്. അപ്പോൾ ഈ 2 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തോ ഡിവിഷൻ ആയിട്ട് മാറും. എന്ത് വരും? 5/2 ഇൻറ്റു 0.9848 എന്ന് പറയുന്നതാണ് ആർ. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാം, ആർ ഈക്വൽ ടു 5/2 ഇൻറ്റു 0.9848. ഓക്കെ, 2 ഇൻറ്റു 0.9848 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 വട്ടം കൂട്ടാന്നല്ല ഉദ്ദേശിക്കുന്നത്. 2 ഇൻറ്റു എന്ന് പറയുന്നത് 0.9848 എന്തായിരിക്കും വരിക? 9, 16, 19, 1.9696. R ഈക്വൽ ടു 5/1.9696 എന്ന് കിട്ടിയത്. 1.96 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? 2 ഈക്വൽ ആണല്ലേ? എന്നുവെച്ചാൽ 5/2 എന്ന് എനിക്ക് എഴുതിക്കൂടെ? 1.9696 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2ന്റെ അടുത്തുള്ള നമ്പറാണ്. അപ്പൊ ഇതിന് ഏകദേശം ഉത്തരം എത്ര വരും? 5/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2.5 ആണ് അല്ലെ? 2.5നോട് അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്നത് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ ആക്ച്വൽ ഉത്തരം ഞാൻ നോക്കുകയാണെങ്കിൽ 2.5നോട് അടുത്ത് വരുന്ന നമ്പർ ആയിരിക്കും ഇതിന് വരിക. ഓക്കെ, ആക്ച്വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 2.54 എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അപ്രോക്സിമേറ്റ് നമ്മൾ 1.9696 എന്ന് പറയുന്നത് 2ന്റെ അടുത്ത് വരുന്നതാണ്, ഏറ്റവും അടുത്ത് വരുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 5/2 ഈക്വൽ ടു 2.5. ആ ഒരു റേഞ്ചിലാണ് നമുക്ക് പറയാൻ പറ്റും. 2.54 ആണ് ശരിക്കുള്ള ആൻസർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് പരീക്ഷയുടെ നേരത്തൊക്കെ 1.9696 കൊണ്ടൊന്നും നമുക്ക് പെട്ടെന്ന് ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം? 5/2 എടുക്കുക. അപ്പൊ 2.5 ആയിരിക്കും അപ്രോക്സിമേറ്റ് കിട്ടുക. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഒരു ഡെസിമൽ പ്ലേസും കൂടി കൂട്ടി എഴുതിയതിന് മാത്രം. ഇത്ര ഒരു ചെറിയൊരു വ്യത്യാസമേ ഇവിടെ കാണാനുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനില് തേർഡ് ക്വസ്റ്റ്യൻ, ദ പിക്ചർ ഷോസ് പാർട്ട് ഓഫ് എ സർക്കിൾ. ഈ ചിത്രത്തിൽ ഒരു സർക്കിളിന്റെ ഭാഗമാണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഇവിടെയും നമുക്ക് ആ നേരത്തെ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സെൻട്രൽ ആംഗിൾ അറിയണമല്ലേ? സെൻട്രൽ ആംഗിൾ എത്രയുണ്ടാവുക? നമുക്കൊരു അറിയണ കോഡ് ഇതാണ്. 8 സെന്റിമീറ്റർ ആണ് നമ്മുടെ കോഡ്. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ പ്രകാരം എന്തായിരുന്നു? A ഈക്വൽ ടു 2r സൈൻ c/2 ഡിഗ്രി അല്ലേ? എന്തായിരുന്നു ഇക്വേഷൻ? A എന്ന് പറയുന്നത് കോഡിന്റെ ലെങ്ത്, അത് ബൈ 2, അത് ഈക്വൽ ടു 2r സൈൻ c/2 ഡിഗ്രി. C എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ, R എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ്. അപ്പൊ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ത് വരും? സർക്കിളിന്റെ സെന്റർ ഇവിടെയാന്ന് വിചാരിക്കും. സർക്കിളിന്റെ സെന്റർ ഇവിടെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് സർക്കിളിന്റെ സെന്റർ ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇത് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. ഈ കോഡിന്റെ വേണ്ടി ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 280 ആണ്. കാരണം എന്താ? 140 ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 140ന്റെ ഇരട്ടി ആയിരിക്കും. അതായത് 280 വരിക സെൻട്രൽ ആംഗിൾ വരിക. കോഡിന്റെ ലെങ്ത് അറിയാലോ നമുക്ക്. 8 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ടല്ലോ. 8 സെന്റിമീറ്റർ. 8 കോഡിന്റെ ലെങ്ത്. റേഡിയസ് ആണ് കണ്ടുപിടിക്കുന്നത്. 2r ഇക്വേഷന്റെ പ്രകാരം സൈൻ c/2. c/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 280ന്റെ പകുതി എന്ന് വെച്ചാൽ സൈൻ 140 ഡിഗ്രി അല്ലേ? ഇനി സൈൻ 140 നമുക്കറിയാം. ടേബിളിൽ സൈൻ 140 തന്നിട്ടില്ല. സൈൻ 89 വരെ തന്നിട്ടുള്ളൂ. സൈൻ 1 മുതൽ 89 വരെ തന്നിട്ടുള്ളൂ. അപ്പൊ ഇതെങ്ങനെ സൈൻ 140 കണ്ടുപിടിക്കാം? അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. സൈൻ 140, അതായത് 90, 90നേക്കാളും മേലെയോ സൈന്റെ വാല്യൂ തരികയാണെങ്കിൽ, 180 വരെ തരികയാണെങ്കിൽ, 179 വരെ
ഓക്കെ. 90 മുതൽ 180 വരെയുള്ള സൈൻ 180 വരെയുള്ള സൈൻ്റെ വാല്യൂ തരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാം. ഇപ്പൊ ഇത് 90 മുതൽ 180 ഇടയിലാണല്ലോ ഈ നമ്പർ വരുന്നത്, സൈൻ 140. സൈൻ 140 ഈ 89 വരെയുള്ള ടേബിൾ വെച്ച് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സൈൻ 180 നിന്നും 140 കുറയ്ക്കുക. ഓക്കെ, സൈൻ 140 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? സൈൻ 180 മൈനസ് 140 എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ സൈൻ 90 മുതൽ 180 വരെയുള്ള ഏതൊരു ആംഗിൾ തന്നാലും സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ 180 മൈനസ് എക്സ് ആണ്. ഇവിടെ എത്രയാണ് എക്സ് തന്നിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ വരിക. സൈൻ 140 ഈക്വൽ ടു സൈൻ 180 മൈനസ് സൈൻ 40 എന്ന് വെച്ചാൽ എത്രയാണ്? സൈൻ 140 എന്ന് പറയുന്നത് സൈൻ 40ക്ക് തുല്യമാണ്. 180 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 40ക്ക് തുല്യമാണ്. ഓക്കെ, എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8 ഈക്വൽ ടു 2r സൈൻ 140 അല്ല, ഞാൻ 40. ഓക്കെ, സൈൻ 40ക്ക് ഈക്വൽ ആണ്. സൈൻ 40യുടെ വാല്യൂ നമുക്കറിയാലോ, എത്രയാണ്? യെസ്, 0.6428. 8 ഈക്വൽ ടു 2r into 0.6428. ഓക്കെ, എങ്ങനെ എഴുതാം? ഇനി എനിക്ക് 6 മാത്രമല്ല വേണ്ടത്, റേഡിയസിൽ കണ്ടുപിടിക്കേണ്ടതാണ്. 8/0.6428 അങ്ങോട്ട് 0.6428 ഈക്വൽ ടു 2r. 6 അല്ലേ വേണ്ടത്? 2 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയ കാരണം 2 into 0.6428 എന്ന 6. ഓക്കെ, ഇനി നമുക്ക് വേറെ ഏതെങ്കിലും രീതിയുണ്ടോ? നമുക്ക് ഒന്നെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം, ഇവിടെ ക്യാൻസൽ ചെയ്യാം, ഇവിടെ 4 എന്ന് വരും. 4/0.6428 എന്ന് വരും. ഓക്കെ അല്ലേ? അതെങ്ങനെ ചെയ്യാം? 4/0.6428 ആണ് റേഡിയസ് വരുന്നത്. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2ന്റെ ടേബിൾ വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്യാൻസലേഷൻ മെത്തേഡ് വെച്ചിട്ട് 2 2s 4 ആണ്, 2 0 0, 2 3 6, 2 2s 4, 2 1s 2, 2 4s 8. ഇനിയും ചെയ്യാൻ പറ്റുമല്ലോ, 1 വരും, ഇവിടെ 0.31, ഇവിടെ ബാലൻസ് 1, 2 6 12, 2 7s 14. ഓക്കെ, 1 റേഡിയസ് എന്ന് പറയുന്നത് 1/0.160 എന്നൊക്കെ കിട്ടും. ഇനി ഇതിനെ ഞാൻ ഇൻറ്റു 1000, അതായത് ഇൻറ്റു എത്ര വരും? 4 ഡെസിമൽ പ്ലേസ് ആണുള്ളത്, അപ്പൊ 4 0 നമുക്ക് കിട്ടും, 10,000 വരും. ഇവിടെ എത്രയാണ്? 10,000 തന്നെ വരും. ഓക്കെ, 10,000/160 നമുക്ക് വരും. ഇതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നു? 1607 എന്ന് കിട്ടിയത്. ഇപ്പൊ 1606 ആണെങ്കിൽ എനിക്ക് ശരിക്കും ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതെന്തായാലും ഒരു ചെറിയ നമ്പറല്ലേ ഞാൻ മാറ്റുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? 10,000 ഡിവൈഡഡ് ബൈ 1606. 7 ഒരു ചെറിയൊരു മാറ്റം ഞാൻ വരുത്തുന്നു. ഇപ്പൊ നോക്കി നോക്കാം എന്ത് വരുന്നത്? 2 5 10 0 0 0, 2 8 16 0, 2 3 6. ഓക്കെ, 803. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും വഴിയുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒരു മെത്തേഡ് പറയുന്നത് വേറൊരു മെത്തേഡാണ്.
ഇത് പരീക്ഷയ്ക്ക് പെട്ടെന്ന് ഫാസ്റ്റ് കാൽക്കുലേഷന് വേണ്ടിയാണ്. സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ആക്യുറേറ്റ് ആക്കാൻ നോക്കുക. പക്ഷെ പരീക്ഷയുടെ സമയത്തൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് കുറെ നേരം കളയാനില്ല. അതുകൊണ്ട് 4/0.6428 എന്നല്ലേ വന്നത്. അപ്പൊ നമ്മൾ എന്തെടുക്കുന്നു, 2 ഡെസിമൽ മാത്രമാക്കി എടുക്കുന്നു. ഓക്കെ, 64 മാത്രം നമ്മൾ എടുക്കുന്നു. അപ്പൊ എന്ത് വരും, 4/0.64 എന്ന് മാത്രം വരും. എന്നിട്ട് അതിനെന്ത് ചെയ്യാം, ഇൻറ്റു 100 വെച്ച് ചെയ്യും. കാരണം ഈ ഡെസിമൽ മാറി കിട്ടും. അപ്പോൾ 400/64 എന്ന് വരും. ഇനി ഇത് എത്രയിൽ പോകും, 4ന്റെ ടേബിളിൽ പോകും. ഓക്കെ, 4 6 24, 4 1 4. ഇനി 4ന്റെ ടേബിളിൽ പോകാം. 4 4 16, 4 2 8, 4 5 20, 25/4 എന്ന് വന്നു. ഓക്കെ, 25/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടും. ശരിക്കുള്ള വാല്യൂ കിട്ടില്ല, അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ 4/25 ചെയ്താൽ നമുക്ക് ഇത് കിട്ടും, അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടും. 4/25 എത്രയാണ്, 4 5 അല്ല 4 6 24 അല്ലെ, ബാലൻസ് 1 വരുന്നു. 4 2 8, 4 5 20. അപ്പോൾ 6.25 എന്നാണ് കിട്ടുന്നത്. 25/4 എന്ന് പറയുന്നത് 6.25. അപ്പൊ നമ്മുടെ റേഡിയസ് അപ്രോക്സിമേറ്റ്ലി 6.25 വരും ഉത്തരം. ശരിക്കുള്ള ആൻസർ എന്ന് പറയുന്നത് 1/0.160 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 6.22 ഒക്കെയാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, 6.22 ഒക്കെയാണ്. എന്നാലും നമ്മുടെ ഉത്തരം എന്തായി, ഈ 6.22നോടൊക്കെ അടുത്ത് വന്നല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഡെസിമൽ പ്ലേസ് ആക്കി എഴുതുമ്പോൾ 6.2, രണ്ടും ശരിയായിട്ട് വന്നു. അപ്പോൾ 6.2 ആണ്, 6.2 ആക്കി നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ 3 ക്വസ്റ്റ്യൻസും നമ്മൾ, ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്രം സൈൻ വെച്ച് ചെയ്തില്ല. സൈൻ വെച്ച് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യുക, എന്നുവെച്ചാൽ അത് ആദ്യത്തെ പ്രോബ്ലം ഞാൻ സൈൻ വെച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ, അപ്പോൾ അടുത്ത പാട്ടില് കാണാം.